യുദ്ധക്കൊതിയനായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആകെ ഇപ്പോൾ ആശങ്കയിലാണ്. തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. മാനസിക നില തെറ്റി ഇസ്രയേൽ സൈനികർ ജീവനെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നിലധികം മുന്നണികളിൽ ഒരേ സമയം യുദ്ധം പ്രഖ്യാപിച്ച് ലോകത്തിന് മുന്നിൽ അഹങ്കാരം കാണിച്ച ഇസ്രയേൽ സൈന്യം ഇന്ന് സ്വന്തം പാളയത്തിൽ തന്നെ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗസയിലും ലെബനാനിലും സിറിയയിലുമെല്ലാം തുടരുന്ന അധിനിവേശങ്ങൾ ഇസ്രയേൽ സൈനികരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ഭയത്തിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ്. യുദ്ധകളത്തിൽ നിന്നുള്ള കൊടും ക്രൂരതയുടെയും പരാജയങ്ങളുടെയും തിരിച്ചടി താങ്ങാനാവാതെ ഇസ്രയേൽ സൈനികർക്കിടയിൽ ആത്മഹത്യകൾ ആശങ്കാജനകമാകും വിധം വർദ്ധിച്ചു വരുന്നതായിട്ട് പ്രമുഖ ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം, യുദ്ധക്കൊതിയൻ യുദ്ധം ചെയ്ത് വീണ്ടും അതിലൂടെ എന്തൊക്കെ കണ്ടെത്താൻ കഴിയുമോ അല്ലെങ്കിൽ അതിലൂടെ എങ്ങനെ ആനന്ദിക്കാൻ കഴിയുമോ എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു നേതാവായിരുന്നു ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ യുദ്ധക്കൊതി മൂലം അവിടുത്തെ സൈനികർ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഇസ്രായേലിന്റെ യുദ്ധം ആരംഭിച്ച് ഗസയിലും പലസ്തീനിലും എത്ര പേരാണ് അവരുടെ എത്ര പേരുടെ ജീവൻ പൊലിഞ്ഞു എന്നുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. മാത്രമല്ല, ആശുപത്രികളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും ഒക്കെ കണ്ണിൽ ചോരയില്ലാതെ അങ്ങോട്ടേക്കൊക്കെ ആക്രമണം നടത്തിയിരുന്നതാണ് ഈ ഒരു നടപടി എന്ന് പറയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർബന്ധ പ്രകാരമുള്ള നടപടികളാണ്. ഇപ്പോൾ അതേ സൈന്യം IDF-നകത്ത്, അതായത് ഇസ്രയേൽ സൈന്യത്തിനകത്ത് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരിക്കുകയാണ്. പ്രമുഖ ഇസ്രയേലി പത്രമായിട്ടുള്ള ഹാരറ്റൈസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സമീപ ആഴ്ചകളിൽ മാത്രം 10 സൈനികരാണ് സ്വയം ജീവനൊടുക്കിയത്. അവിടെ ആത്മഹത്യ വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, പല വാർത്തകളിലും ഫലസ്തീൻ സംഭവം ഉണ്ടായിരുന്ന പലസ്തീനിലേക്ക് ആക്രമണം തൊടുത്തുവിട്ട സമയത്ത് നമ്മൾ കണ്ടിരുന്നതാണ് ഈ സൈനികർക്കിടയിലെ സമ്മർദ്ദങ്ങളും അവിടെ സൈനികർ മരിക്കുന്നതും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്നവരും. അപ്പോൾ അത്രയും ഏറെ ഒരു കഠിനമായിട്ടുള്ള രീതിയിലേക്കാണ് അവിടുത്തെ സൈനികരെ സമ്മർദ്ദത്തിലാക്കുന്നത്. എന്തായാലും ഒരു മാസം മാത്രം കുറഞ്ഞത് 6 സജീവ സൈനികരും 3 റിസർവ് സൈനികരും ആത്മഹത്യ ചെയ്തപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥരും ജീവനൊടുക്കിയവരുടെ കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗസയിലെയും ലെബനാനിലെയും മനുഷ്യത്വരഹിതമായിട്ടുള്ള വംശഹത്യകളിൽ പങ്കാളികളായിട്ടുള്ള സൈനികർ നേരിടുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ് ഈ ഒരു കൂട്ട ആത്മഹത്യകൾക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത്. യുദ്ധഭൂമിയിലെ ഭീകരതയും തങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരതകളും വേട്ടയാടാൻ തുടങ്ങിയതോടെ സൈനികരുടെ മാനസിക നില പൂർണ്ണമായിട്ട് തകരാറിലായി. ഒരിക്കൽ യുദ്ധമുഖത്തേക്ക് പോയവർ ആരും തന്നെ പഴയ മാനസികാവസ്ഥയിലല്ല തിരിച്ചെത്തുന്നത് എന്ന് ഇസ്രയേലി കുടുംബങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അണികൾക്കുള്ളിൽ തന്നെ മാനസികാരോഗ്യ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായിട്ടും ഇസ്രയേൽ സൈന്യം ഇവർക്ക് നൽകി വന്ന സഹായങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എത്ര ദയനീയമായിട്ടുള്ള നടപടികളാണ് അവിടുത്തെ ഭരണകൂടം ചെയ്യുന്നത്. അവിടുത്തെ സൈനികരെ അധികമായിട്ട് സമ്മർദ്ദത്തിലാക്കുക, അവിടുത്തെ സൈനികർ മരിക്കുക, അവരുടെ സൈനികർ ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇതിലൊക്കെ ഏർപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായി മാനസിക നില തെറ്റി അവർ ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കുക. അതിനുശേഷം അവർക്കുള്ള പൈസകൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രത്തോളമാണ് അവരുടെ ക്രൂരത എന്നത്. എന്തായാലും ഈ സൈനികരുടെ മാനസിക നില പരിശോധിക്കുന്നതിനുള്ള നിർബന്ധിത സൈക്കോളജിക്കൽ പരിശോധനകൾ ഇസ്രയേൽ സൈന്യം റദ്ദാക്കിയിരിക്കുകയാണ്. അത്രയേറെ കഠിനമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടുന്നത്. ഈ പറയുന്ന ആനുകൂല്യങ്ങളും സഹായങ്ങളും വെട്ടിക്കുറയ്ക്കുക മാത്രമല്ല, അവിടെ പരിശോധിക്കാൻ ഉള്ള സൈക്കോളജിക്കൽ പരിശോധനകളും അവരെ പരിശോധിക്കേണ്ട കാര്യങ്ങളും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം സൈന്യം റദ്ദാക്കിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എത്രത്തോളമാണ് അവരുടെ കഠിനമായിട്ടുള്ള ഹൃദയത്തിലൂടെ ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. എന്തായാലും യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്ന ഭരണകൂടം തങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ പണം ലഭിക്കുകയാണെന്ന് സൈനികർ തന്നെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നു. അതായത് അവിടെ ആ ജനങ്ങളെയോ സൈനികരുടെ ജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇന്ന് ഈ നീക്കം നടത്തുന്നത്. നമുക്കറിയാം, ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം തുടങ്ങി ഇന്ന് 61 ദിവസം പിന്നിട്ടപ്പോൾ ഇതിനിടയിൽ 2 തവണ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച് യുദ്ധക്കൊതിയനായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ലെബനാനിലേക്കും അതുപോലെ തന്നെ ഗസയിലേക്കും ആക്രമണം നടത്തിയത്. സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കായിരുന്നു ആ ആക്രമണം നടത്തിയത്. അതിൽ ആനന്ദം കണ്ടെത്തുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും
ഇസ്രയേലിലെ ജനങ്ങൾക്കിടയിൽ നടത്തിയ പുതിയ വോട്ടെടുപ്പുകൾ പ്രകാരം ഭൂരിപക്ഷം ഇസ്രയേലി കുടിയേറ്റക്കാരും തങ്ങളുടെ സൈനികം എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഹമാസ് ഉൾപ്പെടെയുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. ഇത്രയേറെ പ്രഹരമുണ്ടാക്കിയിട്ടും ഇത്രയേറെ ആക്രമണം നടത്തിയിട്ടും പലസ്തീനെ പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കാനൊന്നും ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. അവിടെ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞതാണ്. അപ്പോൾ അത്രയൊക്കെ ആക്രമണം തൊടുത്തു വിട്ടിട്ട് പോലും ഒരിക്കൽ പോലും പലസ്തീൻ സ്വന്തം ആക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും 2023 ഒക്ടോബർ മുതൽ ആരംഭിച്ച ഒരു പോരാട്ടത്തിലും സൈന്യത്തിന് വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇസ്രയേലിന്റെ പൊതു പ്രേക്ഷകാപരമായിട്ടുള്ള കാൻ നടത്തിയ സർവേയിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത്. ഇനി ലെബനൻ അതിർത്തിയിലും വെസ്റ്റ് ബാങ്കിലും സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് യാതൊരുവിധ മാനസിക പിന്തുണയും ലഭിക്കുന്നില്ല എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. യുദ്ധകളത്തിൽ അനുഭവിക്കുന്ന കൊടും ദുരിതങ്ങൾക്കൊടുവിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സൈനികരെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ പോലും കാണിക്കാതെയാണ് സൈന്യം വീട്ടിലേക്ക് വിടുന്നത്. രക്തസ്രാവമുള്ള പ്രധാന ധമനിയിൽ ഒരു ചെറിയ ബാൻഡേഡ് ഒട്ടിക്കുന്നത് പോലെയാണ് സൈന്യത്തിന്റെ ഇപ്പോഴത്തെ നടപടികൾ എന്നാണ് സൈനികർ അതിനെ പരിഹസിക്കുന്നത്. ഒരു പറ്റം സൈനികർ അതിനെതിരെ രംഗത്തെത്തുകയാണ്. കാരണം അവരവിടെ സുരക്ഷിതമല്ല, അവരെ മാനസിക നില തെറ്റുകയാണ്, അവർക്ക് ഉണ്ടാകുന്ന മുറിവുകളൊന്നും തന്നെ പരിഹരിക്കപ്പെടുന്നില്ല, അവർക്ക് സഹായങ്ങൾ കിട്ടുന്നില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നം സൈനികർക്കിടയിൽ തന്നെ ഉണ്ടാവുകയാണ്. ബലമായിട്ട് പിടിച്ചു കെട്ടി യുദ്ധത്തിലേക്ക് കൊണ്ടുവിടുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത്. എന്തായാലും തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ സൈന്യത്തിന് കനത്ത ആൾനാശമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ള പോരാളികളുടെ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണത്തിൽ നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. ഈയിടെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ സൈനിക കോൺട്രാക്ടർ കൊല്ലപ്പെട്ടത് ഇതിന് വലിയൊരു തെളിവാണ്. ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇസ്രായേൽ സൈന്യം പകച്ചു നിൽക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് തന്നെ IDF ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇവിടുത്തെ സൈനികർ കുറയുന്നു, ഇവിടുത്തെ സൈനികർക്ക് മാനസികമായിട്ട് അവരാകെ മൊത്തത്തിൽ വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു യുദ്ധം നടത്തി കഴിഞ്ഞാൽ ഇറാന്റെ ആക്രമണം നമുക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്ന് ഇതിനു മുമ്പ് IDF ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ വകവെക്കാതെ യുദ്ധക്കൊതിയനായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈനികരെ തള്ളിവിടുകയാണ്. എന്തായാലും സൈന്യത്തിന്റെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ഇസ്രായേലി സമൂഹത്തിനുള്ളിൽ വലിയ ഭീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം സൈനികരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എത്രത്തോളം കഠിനമായിരിക്കും എന്നുള്ളതാണ് അവർ ഭയപ്പെടുന്നത്. അതായത് ഈ സൈനികർ ഇങ്ങനെ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ഇങ്ങനെ അവരെ ഇത്തരം രീതിയിലാണ് സർക്കാർ അവിടെ നോക്കുന്നത് എങ്കിൽ അവരുടെ ജനങ്ങളുടെ സുരക്ഷ എത്രത്തോളം ഉറപ്പു പറയാൻ കഴിയുമെന്നാണ് അവർ ഉറ്റുനോക്കുന്നത്. എന്തായാലും തങ്ങളെ സംരക്ഷിക്കാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് കഴിയില്ല എന്ന് കുടിയേറ്റക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള വ്യോമാക്രമണ ഭീഷണികളും സാമ്പത്തിക തകർച്ചയും ജനങ്ങളുടെ ഇടയിൽ ഭരണകൂടത്തിന് എതിരെയുള്ള രോക്ഷവും ഇരട്ടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഗസയിലെ സാധാരണ ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയതിൽ ഇസ്രായേൽ സൈനികരിൽ ചിലർ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ ആ ഒരു പാപഭാരം അവരുടെ തന്നെ മാനസിക നില തെറ്റുകയാണ് ചെയ്തത്. യുദ്ധത്തിൽ പരിക്കേൽക്കാത്ത സൈനികർ പോലും ഇന്ന് മാനസികമായിട്ട് തകർന്നു കഴിഞ്ഞുവെന്നാണ് ഒരു സൈനികന്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. അതായത് ചെയ്ത പാപം. ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ അവസ്ഥ അതികഠിനമാണ്. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ വെളിപ്പെടുത്തുമ്പോൾ വീണ്ടും അവിടെ സൈനികരായിട്ട് നിൽക്കുന്നവരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിരിക്കും. അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. എന്തായാലും ഇസ്രായേൽ സൈന്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ തുറന്നു കാട്ടുന്നതാണ് ഈ സൈനികർ പറയുന്നതും അവിടെ നിന്ന് വരുന്ന വാർത്തകളും. പുറമെ വലിയ സൈനിക ശക്തി എന്ന് വീമ്പിളക്കുമ്പോഴും അകമേ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. സ്വന്തം സൈനികരുടെ ജീവന് പോലും പുല്ലുവില കൽപ്പിക്കുന്ന ഭരണകൂടത്തിന്റെ ക്രൂരതയ്ക്കിരയാക്കുന്നത് അവരുടെ സ്വന്തം പൗരന്മാർ തന്നെയാണ്. ഇനി ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ജയിക്കാമെന്ന ഇസ്രായേൽ ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിന് കാലം നൽകിയ തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് ഇന്നീ കാണുന്ന ഈ ഒരു കൂട്ട തകർച്ച എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആത്മഹത്യയാണ് അവിടെ നടക്കുന്നത്. ഇതെല്ലാം നടക്കുമ്പോഴും വലിയ രീതിയിലുള്ള യുദ്ധം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നടത്താനുള്ള തീരുമാനത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധക്കൊതിയനാണ്. ഇപ്പോൾ ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു സംയുക്ത ആക്രമണം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം നടക്കുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചേൽക്കാൻ പോകുന്ന പ്രഹരം വലുതായിരിക്കും. അത് അവിടുത്തെ സൈനികർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ തുടരുന്നതിനിടെ ഇറാൻ യുദ്ധം പുനരാരംഭിക്കാൻ US തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ സംയുക്തമായിട്ട് ആക്രമണം നടത്താനാണ് ഈ പറയുന്ന ഇസ്രായേൽ ഒരുങ്ങുന്നത്. എന്തായാലും 24
മണിക്കൂറിനിടെ 6500 ടൺ ആയുധ ശേഖരം ഇസ്രായേലിലേക്ക് US കടത്തിയെന്നാണ് വിവരം. US സെൻട്രൽ കമാൻഡ് തലവൻ ബ്രാൻഡ് കൂപ്പറും ജോയിന്റ് സ്റ്റാഫ് തലവനും അടക്കം പങ്കെടുത്ത ചർച്ചയിൽ ബ്രീഫിംഗ് നടത്തിയതായിട്ട് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വെടിനിർത്തൽ തുടരുന്നതിനിടെ ഇറാന് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കാൻ US തയ്യാറെടുക്കുന്നതായിട്ടുള്ള അഭ്യൂഹങ്ങൾ ശക്തി പകരുന്നതാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ യുദ്ധസാമഗ്രികൾ US ഇസ്രായേലിലേക്ക് അടുത്തിടെ അയച്ചിട്ടുണ്ട് എന്ന് ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യോമകര മാർഗങ്ങളിലൂടെ ഏറ്റുമുട്ടലിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ, സൈനിക ട്രാക്കുകൾ, വെഹിക്കിൾസ്, യൂണിറ്റ്സ് എന്നിവ അടങ്ങുന്നതാണ് അമേരിക്കയുടെ ചരക്കുകളെന്നും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ റോറിംഗ് ലയൺ ആരംഭിച്ചതിന് പിന്നാലെ 403 എയർലിഫ്റ്റ്, 10 സീ ലിഫ്റ്റ് എന്നിവയടക്കം 1,15,600 ടൺ യുദ്ധോപകരണങ്ങൾ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശത്രുക്കൾക്കെതിരായിട്ടുള്ള ഏത് നീക്കത്തെയും സൈന്യം സുസജ്ജമാണെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ഇത്തരം രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇത്തരം രീതികളും അല്ലെങ്കിൽ ഇത്തരം മുന്നേറ്റങ്ങളും നടത്തുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സൈനികർ വലിയ രീതിയിലുള്ള ഒരു മാനസിക പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് അവർ എത്രത്തോളം തയ്യാറെടുക്കും, എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ അടുത്ത് നിന്ന് വരുന്ന ആക്രമണത്തിൽ പോലും പിടിച്ചു നിൽക്കാനാകാതെ വലിയ രീതിയിലുള്ള സൈനിക മരണങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ അത്തരം രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഒരു വലിയ നഷ്ടത്തിലേക്ക് പോകും. ഇസ്രായേലിന്റെ സൈനികർക്ക് മാത്രമല്ല, അവിടുത്തെ ജനതയ്ക്ക് പോലും ഒരു സുരക്ഷിതമല്ലാതായി മാറുമെന്നതാണ് ഇനി നോക്കി കാണേണ്ടത്.